കുഞ്ഞു ജനിക്കാൻ പോകുന്നുവെന്ന നല്ല വിശേഷം അറിഞ്ഞാൽ പിന്നെ പല വിധത്തിലുള്ള തയ്യാറെടുപ്പിൻ്റെ നാളുകളായി. ഉണ്ണിക്കുള്ള കുട്ടിക്കുപ്പായം തയ്യാറാക്കുന്നതിനും കോട്ടൺ തുണികൾ ശരിയാക്കി വയ്ക്കുന്നതിനുമൊക്കെ തിരക്കായി. കുഞ്ഞിനുള്ള ഊഞ്ഞാക്കട്ടിലും ബേബി ബെഡുമൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും കുടുംബാംഗങ്ങളെല്ലാവരും. ഏറെ നാൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന കടിഞ്ഞൂൽ കുഞ്ഞാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിലെ സന്തോഷത്തിൻ്റെ ആരവവും ആഹ്ലാദത്തിൻ്റെ അലതല്ലലും ആർക്കും വിവരിക്കാനാവില്ല. നമ്മുടെ ആരാധനാക്രമത്തിൽ നമുക്കേറെ ആഹ്ലാദം പകരുന്ന ഒരു ജന്മദിനം, അതിൻ്റെ ആഘോഷം അടുത്തു വരികയാണ്. സെപ്റ്റംബർ 8-ാം തീയതി നമ്മുടെ എല്ലാം സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. 9 മാസങ്ങൾക്ക് മുൻപാണ് ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ നാം ആഘോഷിച്ചു. കളങ്കങ്ങളൊന്നുമില്ലാതെ അമലയായി പരിശുദ്ധ മറിയം അങ്ങനെ ജന്മമെടുക്കുന്നതിൻ്റെ ആ ആഘോഷമായിരുന്നു ഡിസംബർ 8-ാം തീയതി. അതിനുശേഷം കൃത്യം 9 മാസം കഴിയുമ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി നാം ഇതാ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനം, പിറവി തിരുനാൾ ആഘോഷിക്കുന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് 1854 ആണ്ട് ഡിസംബർ 8-ാം തീയതി മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അവർണ്ണനീയ ദൈവം, ഇൻ എഫാബിലിസ് ദേവുസ് എന്ന പ്രഖ്യാപന പ്രബോധന രേഖയിലൂടെയാണ് ഈ വിശ്വാസ സത്യം 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അതിൽ എഴുതിയിരുന്നത് ഇപ്രകാരമാണ്: എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം ഉത്ഭവപാപത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക വരത്താലും ആനുകൂല്യത്താലും ഉത്ഭവപാപത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടുവെന്നത് ദൈവം വെളിപ്പെടുത്തിയതും അതിനാൽ ഉറച്ച് വിശ്വസിക്കേണ്ടതുമാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം ഈ ഒരു വിശ്വാസ സത്യം പ്രഖ്യാപിച്ചു ഡിസംബർ 8-ാം തീയതി. അങ്ങനെ ഉത്ഭവത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ മറിയം ഒരു പാപവും ഒരു മാലിന്യവും കളങ്കവും ഏശാതെ ദൈവം പ്രത്യേകമായി സംരക്ഷിച്ചു. പരിശുദ്ധ കന്യകാമറിയം 1858 മാർച്ച് മാസം 25-ാം തീയതി ലൂർദിൽ വിശുദ്ധ ബെർണദീത്തയ്ക്കും 2 സഹോദരങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ വിശ്വാസ സത്യം നേരിട്ട് വെളിപ്പെടുത്തുകയും ചെയ്തു: ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ അന്നയിൽ നിന്നും വിശുദ്ധ യോവാക്യമിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം ജന്മമെടുക്കുന്നു. ആ സന്തോഷത്തിൻ്റെ ആഘോഷം സെപ്റ്റംബർ 8-ാം തീയതി നാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ആനന്ദിക്കുവാനുള്ള, ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരവസരമാണ്. കാരണം നമുക്കേവർക്കും മാതൃകയായി, നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥയായി നമുക്കൊരു സ്വർഗീയ അമ്മയെ ലഭിച്ചിരിക്കുന്നതിൻ്റെയും ആ അമ്മയുടെ ജന്മം ആഘോഷിക്കുന്നതിൻ്റെയും അവസരമാണിത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കാനോനിക പുസ്തകങ്ങളിൽ പെടാത്ത വിശുദ്ധ ജെയിംസിൻ്റെ
പ്രോട്ടോ എവങ്കേലിയും അതിൽ പ്രത്യേകമായി ഈ വിശുദ്ധ അന്നയുടെയും യോക്കിമിൻ്റെയും മകളായി പരിശുദ്ധ കന്യകാമറിയം ജനനമെടുത്തതിനെ പറ്റിയുള്ള വിവരണമുണ്ട്. യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും വാർദ്ധക്യത്തിൽ ആയിരുന്ന അവസരത്തിലാണ്, പ്രത്യേകിച്ച് അന്ന ആണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാവരം ഈ ദമ്പതികൾക്ക് ലഭ്യമാകുന്നതും അങ്ങനെ മറിയം ആ ദാമ്പത്യ വല്ലരിയിൽ നിന്ന് ജന്മമെടുക്കുന്നതും. ബൈബിളിൽ നാം നോക്കുമ്പോൾ പല വ്യക്തികളും ജന്മമെടുക്കുക, പ്രധാനപ്പെട്ട പലരും രക്ഷാകര ദൗത്യത്തിൽ പ്രത്യേക ദൗത്യവാഹകരായി കടന്നു വരുന്ന പലരും അവരുടെ മാതാപിതാക്കൾ ഒന്നുകിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ മാതാവ് വന്ധ്യെന്ന അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ വരദാനത്താൽ ഇടപെടലാൽ ആ വ്യക്തികൾക്ക് ജന്മം കൊള്ളുവാനുള്ള അനുഗ്രഹം ഉണ്ടാകുക. ഉദാഹരണമായി അബ്രാഹാമും സാറയും. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. ഉൽപ്പത്തിയുടെ 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സാറായി വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളുണ്ടായില്ല. പക്ഷേ തൊട്ടടുത്ത അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ കർത്താവ് അബ്രാഹാമിനോട് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ അബ്രാഹാമിനോട്, വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന സാറയോടാണ് ദൈവം ഈ വാഗ്ദാനം പറയുക. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അബ്രാഹാം ഇങ്ങനെ ആത്മഗതം ചെയ്യുകയാണ്: 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90-ലെത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന ആ സ്ത്രീക്ക് ഇതാ ദൈവത്തിൻ്റെ വാഗ്ദാനത്താൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനാകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ, അവിടുത്തെ കരത്തിൻ്റെ ബലം അനുഭവിക്കാനാകും. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക്, വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആ ദൈവത്തിൻ്റെ വാഗ്ദാനം തങ്ങളുടെ ജീവിതം വഴി പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഒന്നും അസാധ്യമല്ലാത്ത ആ ദൈവത്തിൻ്റെ കരം അനുദിന ജീവിതത്തിൽ കാണപ്പെടാനാകുന്നു. ഇതേപോലെ തന്നെ ഇസഹാക്കിൻ്റെയും ജീവിതത്തിൽ ഈ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാകുക. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം കാണുക, ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോഴാണ് അവൻ റബേക്കായെ ഭാര്യയായി സ്വീകരിച്ചത്. തുടർന്ന് 21-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അങ്ങനെ അബ്രാഹത്തിൻ്റെയും സാറയുടെയും അനുഭവം പോലെ തന്നെ ഇതാ ഇസഹാക്കിനും റബേക്കായുടെയും അനുഭവം. ദൈവമാണ് ഓരോ കുഞ്ഞിനെയും മനുഷ്യ ജീവിതത്തിലേക്ക്, ദമ്പതികളുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതെന്നും അവിടെ നിന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവിടുത്തെ പരിപാലനയുടെ കരം, അവിടുത്തെ കൃപയുടെ വർഷം
അനുഭവിക്കാനും സാധിക്കുമെന്നുള്ള ഓർമ്മയാണിത് നമുക്ക് സമ്മാനിക്കുക. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ എൽക്കാനയും ഭാര്യ ഹന്നയുടെയും അനുഭവം അതിൻ്റെ പ്രഥമ അധ്യായത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട്. ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു നീ ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? അങ്ങനെ ആ ദമ്പതികൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങനെ എൽക്കാനയുടെയും ഹന്നയുടെയും പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അവർക്ക് സാമുവേലിനെ അവരുടെ ജീവിതത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ സമ്മാനമായി പകർന്നു കൊടുക്കുന്നു. പുതിയ നിയമത്തിൽ സഖറിയാസിൻ്റെയും എലിസബത്തിൻ്റെയും അനുഭവം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുക. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധ്യയുമായിരുന്നു. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ സഖറിയാസിനും എലിസബത്തിനും എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറം ദൈവം പ്രതീക്ഷയായി കടന്നു വരുന്നതിൻ്റെ അനുഭവമാണ്. സഖറിയാസിനോട് ദൈവം പറയുന്നത്, ദൈവദൂതൻ വഴി അരുൾ ചെയ്യുന്നത് ഇതാണ്: സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. അങ്ങനെ രക്ഷാകര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന പലരുടെയും ജീവിതം, അബ്രാഹത്തിൻ്റെയും സാറയുടെയും ഇസാക്കിൻ്റെയും റെബേക്കയുടെയും എൽക്കാനയുടെയും ഹന്നയുടെയും പുതിയ നിയമത്തിൽ സഖറിയാസിൻ്റെയും എലിസബത്തിൻ്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാവരം അനുഭവിച്ചുകൊണ്ട് യോവാക്കിമിനും ഹന്നയ്ക്കും ഒരു പുത്രി ജനിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ മഹത്വം, ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലിൻ്റെ അടയാളം അവർക്ക് അനുഭവിപ്പിച്ചുകൊണ്ട് എന്താണ് ഇതിൽ നിന്ന് നാം കൂടുതലായി പരിശുദ്ധ അമ്മയുടെ ആ ജനനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വമാണ് മറിയം. ദൈവത്തിൻ്റെ പ്രത്യേകമായ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം. പ്രത്യേകിച്ച് അവളുടെ ഈ ജനന തിരുനാളിനോടനുബന്ധിച്ച് നാം ഇങ്ങനെ പ്രാർത്ഥനയിൽ ധ്യാനിക്കുമ്പോൾ വളരെ പ്രത്യേകമായി അവളുടെ മാതാപിതാക്കളുടെ ആ ജീവിതത്തെപ്പറ്റി നാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. അന്ന എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹദായിക എന്നാണ്. അങ്ങനെ മനുഷ്യകുലത്തിന് അന്നയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം മറിയത്തിൻ്റെ ജീവിതം വഴി ലഭ്യമായിരിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ 2018 ഓഗസ്റ്റ് മാസം 25-26 തീയതികളിൽ അയർലൻഡിൽ കുടുംബങ്ങളുടെ ഒരു ഉത്സവത്തിൽ, ഫീസ്റ്റ് ഓഫ് ഫാമിലീസ്, അതിൽ പങ്കെടുക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട തീം അഥവാ മുഖ്യ വിഷയം ഇതായിരുന്നു: കുടുംബത്തിൻ്റെ സുവിശേഷം, ലോകത്തിൻ്റെ ആനന്ദം. ഗോസ്പൽ ഓഫ് ദ ഫാമിലി, ജോയ് ഓഫ് ദ വേൾഡ് എന്നായിരുന്നു. കാരണം ഓരോ കുടുംബവും ലോകത്തിന് മുഴുവൻ, പ്രത്യേകിച്ച് അത് സ്നേഹത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ, കൂട്ടായ്മയിൽ നിലകൊള്ളുമ്പോൾ, പരസ്പരം പങ്കാളിത്തത്തോടുകൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹമധ്യത്തിൽ ഒരു വിളക്കുമരം പോലെ ആയിരിക്കും എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഈ കുടുംബങ്ങളുടെ ഉത്സവത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അദ്ദേഹം ഓഗസ്റ്റ് 25-ാം തീയതി
7000-ഓളം വരുന്ന അംഗങ്ങളുടെ വലിയൊരു ജനാവലിയുടെ മുൻപിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിലെ വൃദ്ധ മാതാപിതാക്കളെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അവരെ പ്രത്യേകമായി നാം പരിഗണിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം സൂചിപ്പിച്ചത് എപ്രകാരമാണ്: എ സൊസൈറ്റി, ലിസൺ കെയർഫുള്ളി ടു ദിസ്, എ സൊസൈറ്റി that does not value grandparents is a society that has no future. അതായത് നമ്മുടെ കുടുംബത്തിലെ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും വൃദ്ധ മാതാപിതാക്കളെ ശ്രവിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ ആ സമൂഹത്തിന് ഭാവി ഇല്ല എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. എ ചേർച്ച് that is not mindful of the covenant between generations will end up lacking the thing that really matters, which is love. തലമുറകൾ തമ്മിലുള്ള ആ ബന്ധം സുദൃഢമായി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ആ സമൂഹങ്ങൾക്ക്, ആ സഭാ സമൂഹങ്ങൾക്ക് ഭാവി ഇല്ലാതാകും, അവിടെ സ്നേഹം നഷ്ടപ്പെടും. Our grandparents teach us the meaning of conjugal and parental love. നമ്മുടെ കുടുംബത്തിലെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ദാമ്പത്യ സ്നേഹത്തെപ്പറ്റിയും മാതൃപിതൃ സ്നേഹത്തെപ്പറ്റിയുമൊക്കെയുള്ള വലിയ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. They themselves grew up in a family and experienced the love of sons and daughters, brothers and sisters. സഹോദരന്മാരും സഹോദരിമാരും മക്കളും മാതാപിതാക്കളും ഒക്കെ തമ്മിലുള്ള ആ സ്നേഹം അനുഭവിച്ചതിൻ്റെ, അത് പകർന്നതിൻ്റെ വലിയ ഒരു അനുഭവത്തിലാണ് നമ്മുടെ കുടുംബത്തിലെ വൃദ്ധ മാതാപിതാക്കൾ ജനിച്ചതും വളർന്നു വന്നതുമൊക്കെ. ഫ്രാൻസിസ് പാപ്പ തുടർന്ന് പറഞ്ഞു, സോ they are a treasury of experience, a treasury of wisdom for the new generation. പുതിയ തലമുറയ്ക്ക് ഈ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു കലവറയാണ്. അവർ അനുഭവത്തിൻ്റെ വലിയ നിധിശേഖരമാണ്. എ ട്രഷറി ഓഫ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക് not to ask the elderly about their experience. നമ്മുടെ പ്രായമുള്ളവരോട്, നമ്മുടെ കാരണവന്മാരോട് അവരുടെ അനുഭവം, ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ നാം ചോദിച്ച് മനസ്സിലാക്കാതിരുന്നാൽ അത് വലിയ ഒരു തെറ്റായി മാറും. or to think that talking to them is a waste of time. അവരോട് സംസാരിക്കുന്നതും അവരുമായി സമയം ചെലവഴിക്കുന്നതും ഒരു സമയം പാഴാക്കുന്നതാണെന്ന് ചിന്തിച്ചാൽ അത് വലിയ ഒരു മിസ്റ്റേക്കാകും, ഒരു തെറ്റായി തീരും എന്ന് ഫ്രാൻസിസ് പാപ്പ അയർലൻഡിൽ വെച്ച് ഈ കുടുംബങ്ങളുടെ ഉത്സവം സമ്മേളനത്തിൽ പ്രത്യേകമായി പറയുകയുണ്ടായി, പങ്കുവയ്ക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ആ അമ്മയുടെ വൃദ്ധ മാതാപിതാക്കളെ, അന്നയെയും ജോവാക്കിമിനെയും നാം ഓർത്ത് അവരുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ കാരണവന്മാരെ, പ്രായമുള്ളവരെ പ്രത്യേകമായി പരിഗണിക്കാനും അവരെ ശ്രവിക്കുവാനും അവരുടെ അനുഭവങ്ങളുടെ ഉന്നതമായ പാഠങ്ങളിൽ നിന്ന്, അവരുടെ വിജ്ഞാനത്തിൻ്റെ നിധിശേഖരത്തിൽ നിന്ന്, അവരുടെ അനുഭവത്തിൻ്റെ വലിയ കലവറയിൽ നിന്ന് നാം ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ധന്യതയുടെ പാഠങ്ങൾ പഠിക്കാനുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പോകുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വൈദിക സുഹൃത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അമ്മച്ചിയുടെ 70ാം ജന്മദിന ആഘോഷത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോയ ഒരു കാര്യമാണ്. ആ അമ്മ 6 മക്കളെയും, പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ചതിന് ശേഷം ഏറെ ത്യാഗമെടുത്ത് കഷ്ടപ്പെട്ട് ഓരോരുത്തരെയും പഠിപ്പിച്ച് ഉയർത്തി. അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥന കൊണ്ടുതന്നെയാകണം ഒരു മകൻ വൈദികനായതും മറ്റൊരു മകൾ സന്യാസിയായതും മറ്റു കുടുംബാംഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ആയിരിക്കുന്നത്. ആ
കുടുംബത്തിലെ ജന്മദിനാഘോഷത്തിൽ അവർ ഒരുമിച്ച് വന്ന് പാട്ടുപാടി അമ്മയെക്കൊണ്ട് കേക്ക് മുറിക്കുന്ന അവസരത്തിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്. സാധാരണഗതിയിൽ നാം കേക്കിൽ എഴുതാറുണ്ട് ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി എന്നെല്ലാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ആ കേക്കിൽ എഴുതിയിരുന്നത്, അത് മനോഹരമായി കൈയക്ഷരത്തിൽ പൂക്കളുടെയൊക്കെ നടുവിൽ എഴുതിയിരുന്നത് മദേഴ്സ് ലവ് എന്നാണ്. അമ്മയുടെ സ്നേഹം. എന്തൊരർത്ഥപൂർണമാണത്. ആ അമ്മയുടെ ജീവിതം പങ്കുവച്ചപ്പോഴാണ്, ആ ജീവിതത്തിൻ്റെ മാധുര്യം മക്കളും മരുമക്കളും പേരക്കിടാങ്ങളുമൊക്കെയായി പങ്കുവച്ചപ്പോഴാണ് അവരുടെ ജീവിതം കൂടുതൽ ധന്യമായത്. ഈ പുതിയ തലമുറയുടേതെല്ലാം ജീവിതവും അനുഗ്രഹീതമായി മാറിയത്. ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടി ജീവിതം പങ്കുവച്ച, നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം മകനെ കാൽവരിയുടെ ആ കുരിശിൻ്റെ വിരുമാറിൽ ബലിയായി സമർപ്പിച്ച ഒരമ്മയുടെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ ആ അമ്മ വഴി നാം കൂടുതൽ ജീവിതത്തിൽ മാധുര്യം അനുഭവിക്കുവാനുള്ള അവസരം കൂടെയാണ്. കാൽവരി മലയിൽ കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് തൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാനെ നോക്കി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ എന്ന്. യോഹന്നാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ വെറും ഒരു ഇസ്രായേൽക്കാരൻ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും കത്തോലിക്ക വിശ്വാസികളുടെ പ്രത്യേകമായി പ്രതിനിധിയായിട്ടാണ് യോഹന്നാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ യേശുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യൻ നിലനിൽക്കുന്നത്. അങ്ങനെ യോഹന്നാനിലൂടെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് പക്ഷം ചേരുന്ന, നമുക്ക് വേണ്ടി ജീവിതം ബലിയായി സമർപ്പിച്ച് ത്യാഗമെടുത്ത് നമ്മുടെ ജീവിതം കൂടുതൽ മാധുര്യമാക്കുന്ന ഒരു സ്നേഹമയിയായ അമ്മയെ ലഭിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം ആ അമ്മയെ ഇങ്ങനെ കണ്ടുപിടിച്ചൊരുക്കി, എല്ലാ തിന്മയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നെല്ലാം വിമുക്തിയാക്കി അമലോത്ഭവിയായി ഉയർത്തി. ആ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ അമ്മ ദൈവത്തിരുച്ചിത്തത്തിന് സമ്പൂർണമായി സമർപ്പിച്ചതുപോലെ തന്നെ പാപത്തിൻ്റെ കളങ്കങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചതുപോലെ നമ്മുടെയും ജീവിതങ്ങൾ കൂടുതൽ സ്വർഗ സൗഭാഗ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മെ പരിശുദ്ധ കന്യകാമറിയം ഓർമ്മപ്പെടുത്തുകയാണ്. ചില സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ വിളിക്കുക രണ്ടാമത്തെ ഏദൻ തോട്ടം എന്നാണ്. മറിയത്തിൻ്റെ ജനനത്തിലൂടെ മനുഷ്യകുലത്തിന് നഷ്ടമായ ഏദൻ തോട്ടം വീണ്ടും തിരികെ ലഭിക്കുകയാണ്. വീണ്ടും ഒരു പ്രത്യാശയുടെ പ്രഭാതം മനുഷ്യകുലത്തിന് ലഭ്യമാകുകയാണ്, ഉദയം ചെയ്യുകയാണ്. മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടു അവൻ്റെ പാപം മൂലം. അങ്ങനെ ദൈവവുമായുള്ള ആ സഹവാസം, ഒത്തുവാസം നമുക്ക് നഷ്ടമായി. പക്ഷേ മറിയത്തിൻ്റെ ജന്മത്തിലൂടെ വീണ്ടും ദൈവം മനുഷ്യരോടൊത്തു വസിക്കുവാൻ, ദൈവം വീണ്ടും ആ പറുദീസ സൗഭാഗ്യത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള അവസരം ഒരുക്കുകയാണ്. അതാണ് മറിയം രണ്ടാമത്തെ ഏദൻ തോട്ടം. മറിയത്തിൻ്റെ ഉദരത്തിൽ രക്ഷകനായ യേശു ഉരുവാകുക വഴി ദൈവം വീണ്ടും മനുഷ്യരോടൊത്ത് സഹവസിക്കുവാനുള്ള അനുഭവം ആയി തീരുകയാണ്. അങ്ങനെ മറിയം വഴി നമുക്ക് നഷ്ടപ്പെട്ട പറുദീസ, ദ ലോസ്റ്റ് പാരഡൈസ്, നമുക്ക് വീണ്ടും ലഭ്യമാകുന്നു. ദൈവത്തിൻ്റെ സഹവാസം, ദൈവത്തിൻ്റെ അനുദിന ജീവിതത്തിൽ നമ്മോടൊപ്പമുള്ള സന്തത സാമീപ്യം നാം കൂടുതൽ അനുഭവവേദ്യമാകുന്നു. പാരഡൈസ് റീഗെയിൻഡ്, സ്വർഗം പറുദീസ വീണ്ടും നമുക്ക് ലഭ്യമാകുന്നു. അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ, ആ ഒപ്പമായിരിക്കുമ്പോൾ ആ സ്വർഗത്തിൻ്റെ ആനന്ദം, സൗഭാഗ്യം വീണ്ടും നമ്മുടെ സ്വന്തമായി മാറുന്നു. പരിശുദ്ധ കന്യകാമറിയം അങ്ങനെ മംഗലവാർത്തയുടെ ആ അനുഭവത്തിന് ശേഷം
എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ ഇതേ സ്വർഗ സൗഭാഗ്യമാണ് എലിസബത്ത് യഥാർത്ഥത്തിൽ അനുഭവിച്ചത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ആ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം എലിസബത്ത് വീണ്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കുകയാണ്. അവൾ തുടർന്ന് പറയുന്നു, നിന്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിഞ്ഞപ്പോൾ ശിശു ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന്. അങ്ങനെ മനുഷ്യ ജീവിതത്തിലേക്ക് ആ ആനന്ദത്തിൻ്റെ അനുഭവം കൊണ്ടുവരിക യേശുവിൻ്റെ സാന്നിധ്യം വഴിയാണ്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ സാമീപ്യം വഴിയാണ്. ഓരോ ദിനവും നമ്മുടെ അനുദിന പ്രാർത്ഥന വഴി, പ്രത്യേകിച്ച് ജപമാല വഴി നാം വ്യക്തിപരമായി ആ അമ്മയോട് അടുക്കുന്നു. അങ്ങനെ ആ സ്വർഗത്തിൻ്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ അനുദിന കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥന വഴി വീണ്ടും ആ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിൽ അനുഭവിച്ച അതേ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ അനുഭവം നമ്മുടെയും കുടുംബങ്ങളിലുണ്ടാകുന്നു. ഓരോ ദിവസവും ഒരുമിച്ച് വന്ന് പരിശുദ്ധ അമ്മയുടെ ആ ജപമാല ധ്യാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അയർലൻഡിലെ ആ സന്ദർശനത്തിൻ്റെ അവസരത്തിൽ കുടുംബങ്ങളുടെ ആ ഉത്സവത്തിൻ്റെ വേളയിൽ ഫ്രാൻസിസ് പാപ്പ അവരോട് പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം യേശുവിൻ്റെ പ്രഥമ അത്ഭുതം കാനായിലെ ആ കല്യാണ വിരുന്നിനെ പറ്റിയുള്ള ഒരു വിചിന്തനമാണ്. ഫ്രാൻസിസ് പാപ്പ ചോദിച്ചു, ഡിഡ് യു എവർ തിങ്ക് ഓഫ് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ജീസസ് ഡിഡ് നോട്ട് പെർഫോം ദാറ്റ് മിറക്കിൾ? അന്ന് കാനായിൽ ഈ അത്ഭുതം, കല്യാണ അവസരത്തിലെ ആ വിവാഹാഘോഷത്തിൻ്റെ അവസരത്തിലെ അത്ഭുതം യേശു പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അനുഭവം, ആ അവസ്ഥ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡു യു എവർ തിങ്ക് ഹൗ ടെറിബിൾ ഇറ്റ് വുഡ് ബി ടു ഫിനിഷ് എ വെഡിങ് ഫീസ്റ്റ് ബൈ ഡ്രിങ്കിങ് ജസ്റ്റ് വാട്ടർ? വെറുതെ പച്ചവെള്ളം കുടിച്ച് ഒരു വിവാഹത്തിൻ്റെ ആഘോഷം, പാർട്ടി അവസാനിപ്പിക്കേണ്ടി വരിക എന്നുള്ളത് എത്രയോ ദയനീയമായി മാറിയേനെ. ഇറ്റ് വുഡ് ബി ഓഫുൾ. അത് ആയിത്തീരുമായിരുന്നു. അവർ ലേഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻഡ് സോ ഷീ ടോൾഡ് ഹെർ സൺ ദേ ഹാവ് നോ വൈൻ. അവർക്ക് വീഞ്ഞില്ല എന്ന് പരിശുദ്ധ കന്യകാമറിയം തിരിച്ചറിയുകയും അത് തൻ്റെ അരുമസുതനോട് പറയുകയും ചെയ്തു. And Jesus realized that the party would not have ended happily with people just drinking water. അതായത് വെറുതെ പച്ചവെള്ളം കുടിച്ച് ഈ ആഘോഷത്തിൻ്റെ പാർട്ടി, ഈ വിവാഹത്തിൻ്റെ ഒരുമിച്ചുള്ള സന്തോഷം എത്ര മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഊഹിക്കാം. അത് ക്രിസ്തു കണ്ടറിഞ്ഞതുകൊണ്ടാണ് അവരുടെ ആഘോഷത്തിന് അറുതിയില്ലാതിരിക്കാൻ, തീരാതിരിക്കാൻ അപ്രകാരം ഒരു അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി വ്യക്തമാക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ അനുഭവം നിറഞ്ഞു നിൽക്കണമെങ്കിൽ, ആഹ്ലാദത്തിൻ്റെ ആരവം തീരാതിരിക്കണമെങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടാകണം. അവിടെ നിന്നാണ് നമുക്ക് സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞ് നമുക്ക് വർദ്ധിപ്പിച്ചു തരിക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അപ്രകാരമുള്ള ഒരു ഇടപെടലിന്, ആ സാന്നിധ്യം വഴി നൽകുന്ന ആ സന്തോഷത്തിന് സാധ്യത ഒരുക്കുക. ഫ്രാൻസിസ് പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന ആ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ ഉപസംഹാരത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി വിവരിക്കുന്ന ഒരു ഭാഗം ഉണ്ട്. ഈ വിചിന്തനങ്ങളെ മറിയം മുടിചൂടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൾ മറ്റുള്ളവരെക്കാളും കൂടുതലായി യേശുവിൻ്റെ സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ചവളാണ്. നമ്മുടെ ജീവിതത്തിൽ
എന്താണ് സംഭവിക്കുന്നതെന്തെന്ന് പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ല. നാം വീണ്ടും വീണ്ടും ഇങ്ങനെ മന്ത്രിച്ചാൽ മതി, മറിയമേ സ്വസ്തി. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരമ്മയെ, ഞങ്ങൾക്ക് വീണ്ടും സന്തോഷത്തിൻ്റെ സ്വർഗ സൗഭാഗ്യം പകർന്നു തന്ന സ്നേഹമയിയായ ഒരമ്മയെ അങ്ങയുടെ പ്രിയ പുത്രൻ വഴി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയെപ്പോലെ പാപത്തിൻ്റെ സാഹചര്യങ്ങളും പാപങ്ങളും ഒഴിവാക്കി ജീവിക്കാൻ വിശുദ്ധമായ, നിർമ്മലമായ, പരിപാവനമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ അമ്മയുടെ സന്തത സാന്നിധ്യം വഴി ഞങ്ങളുടെയും കുടുംബങ്ങളിലും ജീവിതത്തിലും ആ സന്തോഷത്തിൻ്റെ അനുഭവം, സമാധാനത്തിൻ്റെ അനുഭവം ഇല്ലാതാകാൻ ഇടയാക്കല്ലേ. ആ അമ്മയുടെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തണമേ. സ്നേഹപിതാവായ ദൈവമേ, ആ അമ്മയുടെ ജീവിതം എന്നും മാതൃകയാക്കി ഞങ്ങളും സ്വർഗസൗഭാഗ്യത്തിന് അർഹരാക്കുവാൻ വരമേകണമേ. പ്രിയമുള്ളവരെ, ആ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. അമ്മയെപ്പോലെ പാപങ്ങളിൽ നിന്ന്, പാപസാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പറുദീസായുടെ സൗഭാഗ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നതാകട്ടെ നമ്മുടെ അനുദിന ജീവിതം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.